അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4-ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത മസാഇൽ ഫിഖ്ഹിന്റെ 6-ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അഫ്ളലുൽ അഅമാൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ പറയുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. നിസ്കാരം ഖളാഅക്കൽ വലിയ കുറ്റവുമാണ്. അതുപോലെ തന്നെ നിസ്കാരം ആർക്കാണ് നിർബന്ധം? നിർബന്ധമില്ലാത്തത് ആരെല്ലാം? നിസ്കാരം ഹറാമാണ് ആർക്കെല്ലാം? അതുപോലെ നിസ്കരിച്ചാലുള്ള പുണ്യം എന്താകുന്നു? ഇതാണ് പറയുന്നത്. വായിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിൽ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഹദീസ് വായിച്ച് ഇസ്മായിൽ നിവർന്നിരുന്നു. ആവേശത്തോടവൻ ഗ്രന്ഥത്തിന്റെ അടുത്ത പേജ് മറിച്ചു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിന്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട നിസ്കാരം നിർബന്ധമില്ല. ഇതാണ് നിർബന്ധമില്ലാത്ത ആളുകൾ. ഹയലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. ഇവരാണ് ആരും നേരത്തെ പറഞ്ഞ നിസ്കാരം ഹറാമായ ആളുകൾ. നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാഅക്കൽ വലിയ പാപമാണ്. ഖളാആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി. ഗ്രന്ഥം മടക്കി വെച്ച് ഇസ്മായിൽ മസ്ജിദിലേക്ക് നടന്നു. ഹാഫിളു അല സ്വലവാഹ്, എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുക. നോക്കൂ, കൊമ്പുകൾ, ബ്രാഞ്ചസ് കൊഴിഞ്ഞു, ഫെൽ ഡൗൺ. കുലുക്കി, ഷുഖ്, പാപങ്ങൾ, സിൻസ്. അലസത, ലൈസിനസ്. തൂണ്, പില്ലർ. ഭ്രാന്ത്, മാഡ്നസ്. മുഴങ്ങി, സൗണ്ടഡ്. ഇല പൊഴിയുന്ന കാലം, വിന്റർ സീസൺ. ബോധക്ഷയം, അൺകൺസ്യൂസിനസ്. ദഫ്തർ ത്വാലിബ് തദ്രീബാത്തുകൾ ചെയ്യുന്നൊക്കെ നമുക്ക് വർക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് വർക്ക് എന്താണ്? നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കുക. സന്ദർഭം എന്ന് പറയുന്നത് ആര് ആരുടെ എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു എന്നുള്ളത് ആരാണ് ആരോട് എപ്പോൾ പറയുന്നു എന്നുള്ള ഇതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിൽ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. 2-ാമത്തെ ആക്ടിവിറ്റി നംലൽ ഫറ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇവിടെ അബൂദർ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. 2, നിസ്കാരം ദീനിന്റെ തൂണാണ്. ഇവിടെ ദീൻ എന്നുള്ളതാണ്. 3, ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. ഇവിടെ മുസ്ലിമിന് എന്നാണ് ഫിൽ ചെയ്യേണ്ടത്. 4-ാമത്തത്, ഹയലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. ഇവിടെ ഏതാണ് വിട്ടുപോയിട്ടുള്ളത്? നിഫാസുകാരി എന്നുള്ളതാണ്. 5, നിസ്കാരം ഖളാ ആയാൽ ഉടനെ ഖളാ വീട്ട് നിർബന്ധമാണ്. ഇവിടെ ഉടനെ ഖളാ എന്നാണ് ഇത് വിട്ടുപോയിട്ടുള്ളത്. 6-ാമത്തത്, നിസ്കാരം കൃത്യസമയം നിർവഹിക്കണം. ഇവിടെ അതാണ് കൃത്യം എന്നുള്ളതാണ് ഫിൽ ചെയ്യേണ്ടത്. 7-ാമത്തത്, നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഇവിടെ വലിയ എന്നുള്ളതാണ്. 3-ാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ ഫിഖറ,
റൈറ്റ് ചെയ്യ പാരഗ്രാഫ്. ഒന്ന്, അഹബ്ബുൽ അമലി ഇലല്ലാഹ്, അതിനെ കുറിച്ച് ചെയ്ത അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാക്കൽ വലിയ പാപമാണ്. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടിൽ നിർബന്ധമാണ്. നാലാമത്തെ വർക്ക് നഖ്റഉ വനക്തുബു, വായിച്ചെഴുതാനാണ്. ഇതേപോലെ എന്ത് ചെയ്യാ, നോക്കിയത്. ഒന്ന്, അഹബ്ബുൽ അമലി ഇലല്ലാഹ്. രണ്ട്, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. മൂന്ന്, ഇസ്മായിൽ. നാല്, പ്രായപൂർത്തി. 5, ഭ്രാന്ത്. 6, ബോധക്ഷയം. 7, കൊഴിഞ്ഞു വീണു. 8, കൃത്യസമയം. 9, കർമ്മം. 10, മുഴങ്ങി. ഇതേപോലെ വൃത്തിയിൽ നോക്കിയത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.